ഹലോ ഫ്രണ്ട്സ്, ഞാൻ നന്ദന. എല്ലാവർക്കും ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൽ, ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. എന്താണ് സെൽ? സെൽ ഈസ് ഡിഫൈൻഡ് ആസ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓൾ ദി ലിവിങ് ഓർഗാനിസംസ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അടുത്ത് നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലേക്ക് പോകാം. സെൽ വാസ് ഫസ്റ്റ് ഡിസ്കവേർഡ് ബൈ റോബർട്ട് ഹുക്ക്. സെല്ല് ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്ന ആൾ ആരാണ്? റോബർട്ട് ഹുക്ക്. ഫ്രം കോർക്ക് പ്ലാന്റ്. കോർക്ക് പ്ലാന്റിൽ നിന്നാണ് റോബർട്ട് ഹുക്ക് ആദ്യമായിട്ട് സെല്ല് കണ്ടുപിടിക്കുന്നത്. അദ്ദേഹം കണ്ടുപിടിക്കുന്നത് ഡെഡ് സെല്ലായിരുന്നു. കോർക്ക് പ്ലാന്റിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് ക്യൂർക്കസ് സ്യൂബർ. അതാണ് കോർക്ക് പ്ലാന്റിൻ്റെ സയൻറ്റിഫിക് നെയിം. സെൽ വാസ് ഫസ്റ്റ് ഡിസ്കവേർഡ് ബൈ റോബർട്ട് ഹുക്ക് ഫ്രം കോർക്ക് പ്ലാന്റ്. ഫ്രീ ലിവിങ് സെൽ. ഫ്രീ ലിവിങ് സെൽ എന്ന് വെച്ചാൽ എന്താണ്? യൂണിസെല്ലുലാർ ലിവിങ് ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ. അതാണ് ഫ്രീ ലിവിങ് സെൽ. ഫ്രീ ലിവിങ് സെൽ വാസ് ഫസ്റ്റ് ഡിസ്കവേർഡ് ബൈ ആൻറ്റോൺ വോൺ ലീവൻ ഹുക്ക്. ഫ്രീ ലിവിങ് സെൽ ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത് ആൻറ്റോൺ വോൺ ലീവൻ ഹുക്ക്. പ്ലാന്റ് സെൽ വാസ് ഫസ്റ്റ് ഡിസ്കവേർഡ് ബൈ എം.ജെ. ഷ്ലീഡൻ. പ്ലാന്റ് സെല്ല് ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്ന ആൾ എം.ജെ. ഷ്ലീഡനാണ്. ആനിമൽ സെൽ വാസ് ഫസ്റ്റ് ഡിസ്കവേർഡ് ബൈ തിയോഡർ ഷ്വാൻ. തിയോഡർ ഷ്വാനാണ് അനിമൽ സെല്ല് ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത്. തിയോഡർ ഷ്വാൻ ഫാദർ ഓഫ് സൈറ്റോളജി എന്നും അറിയപ്പെടുന്നു. സൈറ്റോളജിയുടെ പിതാവ് തിയോഡർ ഷ്വാൻ. എന്താണ് സൈറ്റോളജി? സ്റ്റഡി ഓഫ് സെൽ ഈസ് കോൾഡ് സൈറ്റോളജി ഓർ സെൽ ബയോളജി. സെല്ലുകളെക്കുറിച്ചുള്ള പഠനത്തിനെയാണ് സൈറ്റോളജി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് നോക്കാം. സെൽ വാസ് ഫസ്റ്റ് ഡിസ്കവേർഡ് ബൈ റോബർട്ട് ഹുക്ക് ഫ്രം കോർക്ക് പ്ലാന്റ്. ഫ്രീ ലിവിങ് സെൽ വാസ് ഫസ്റ്റ് ഡിസ്കവേർഡ് ബൈ ആൻറ്റോൺ വോൺ ലീവൻ ഹുക്ക്. പ്ലാന്റ് സെൽ വാസ് ഫസ്റ്റ് ഡിസ്കവേർഡ് ബൈ എം.ജെ. ഷ്ലീഡൻ. Animal cell was first discovered by തിയോഡർ ഷ്വാൻ. ഫാദർ ഓഫ് സൈറ്റോളജി എന്നറിയപ്പെടുന്നതും തിയോഡർ ഷ്വാൻ തന്നെയാണ്. അടുത്ത പോർഷൻ സെൽ തിയറി ഓർ സെൽ ഡോക്ട്രൈൻ. സെൽ തിയറി വാസ് ഫസ്റ്റ് പ്രൊപ്പോസ്ഡ് ബൈ എം.ജെ. ഷ്ലീഡൻ, തിയോഡർ ഷ്വാൻ ആൻഡ് റുഡോൾഫ് വിർച്ചോ. ഇവർ മൂന്ന് പേരുമാണ് സെൽ തിയറി പ്രൊപ്പോസ് ചെയ്തത്. എം.ജെ. ഷ്ലീഡൻ, തിയോഡർ ഷ്വാൻ and Rudolf Virchow. All living organisms are made up of cell and cell products. എല്ലാ ജീവജാലങ്ങളും ഉണ്ടായിരിക്കുന്നത് സെല്ലിൽ നിന്നും സെൽ പ്രോഡക്ട്സിൽ നിന്നുമാണ്. All living organisms are made up of cell and cell products. New cell originate from pre-existing cell. Pre എന്ന് വെച്ചാൽ എന്താണ്? മുൻപേ ഉള്ളത്. എക്സിസ്റ്റിംഗ് എന്ന് വെച്ചാൽ നിലനിൽക്കുന്നത്. പ്രീ എക്സിസ്റ്റിംഗ് മുന്നേ നിലനിൽക്കുന്നത്. ന്യൂ സെൽസ് ഒറിജിനേറ്റ്സ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ. അപ്പോൾ പുതിയ സെൽസ് എവിടെ നിന്നാണ് വരുന്നത്? മുൻപേ ഉള്ള സെല്ലിൽ നിന്നാണ് പുതിയ സെല്ല് ഉണ്ടാവുന്നത്. ന്യൂ സെൽസ് ഒറിജിനേറ്റ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. ഒമിനിസ് സെല്ലുല ഈ സെല്ലുല ഇതൊരു ഗ്രീക്ക് വേർഡാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ന്യൂ സെൽസ് ഒറിജിനേറ്റ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സെൽ തിയറി പ്രൊപ്പോസ് ചെയ്തത് ആരൊക്കെയാണ്? എം.ജെ. ഷ്ലീഡൻ, തിയോഡർ ഷ്വാൻ ആൻഡ് റുഡോൾഫ് വിർച്ചോ. ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽ ആൻഡ് സെൽ പ്രോഡക്ട്സ്. ന്യൂ സെൽ ഒറിജിനേറ്റ് ഫ്രം എവിടെ നിന്നാണ് പുതിയ സെല്ല് വരുന്നത്? പ്രീ എക്സിസ്റ്റിംഗ് സെൽസിൽ നിന്നാണ് പുതിയ സെൽസ് ഉണ്ടാകുന്നത്. അടുത്ത പോർഷൻ എന്ന് പറയുന്നത് പ്രോകാരിയോട്ടിക് സെൽ. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് പ്രോകാരിയോട്ടിക് സെല്ലും യൂകാരിയോട്ടിക് സെല്ലുമാണ്. ഈ ഒരു വീഡിയോയിൽ നമുക്ക് പ്രോകാരിയോട്ടിക് സെല്ല് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. പ്രോകാരിയോട്ടിക് എന്ന് വെച്ചാൽ എന്താണ്? പ്രോ എന്ന് വെച്ചാൽ ആബ്സെൻറ്റ് എന്നാണ് അർത്ഥം. കാരിയോ എന്ന് വെച്ചാൽ ന്യൂക്ലിയസ്. അപ്പോൾ പ്രോകാരിയോട്ടിക് ഈ ഒരു നെയിമിൽ തന്നെ ഡെഫിനിഷൻ ഉണ്ട്. സെൽസ് വിത്തൗട്ട് എ ട്രൂ ന്യൂക്ലിയസ് ആൻഡ് വിത്തൗട്ട് എ മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് ആർ കാൾഡ് പ്രോകാരിയോട്ടിക് സെൽ. സെൽസ് വിത്തൗട്ട് ട്രൂ ന്യൂക്ലിയസ് ഇല്ലാത്ത ആൻഡ് വിത്തൗട്ട് മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ്.
മെംബ്രെയിനാൽ ചുറ്റപ്പെട്ടിട്ടുള്ള സെൽ ഓർഗനൽസ് ഇല്ലാത്ത സെൽസിനെയാണ് പ്രോകാരിയോട്ടിക് സെൽ എന്ന് പറയുന്നത്. മെംബ്രെയിനാൽ ചുറ്റപ്പെട്ട സെൽ ഓർഗനൽസ് ഇല്ലാത്ത ട്രൂ ന്യൂക്ലിയസ് ഇല്ലാത്ത സെൽസിനെയാണ് പ്രോകാരിയോട്ടിക് സെൽസ് എന്ന് പറയുന്നത്. സെൽസ് വിത്തൗട്ട് ട്രൂ ന്യൂക്ലിയസ് ആൻഡ് വിത്തൗട്ട് മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് ആർ കോൾഡ് പ്രോകാരിയോട്ടിക് സെൽ. സെൽ ഓർഗനൽസ് എന്ന് വെച്ചാൽ എന്താണ്? സെല്ലിൻ്റെ അകത്തുള്ള ഓർഗൻസ്, സെല്ലിൻ്റെ അകത്ത് ഓർഗൻസൊക്കെ കാണുമല്ലോ, അതിനെയാണ് സെൽ ഓർഗനൽസ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ ബാക്ടീരിയ നമുക്ക് എല്ലാവർക്കും അറിയാം. മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത് സ്മോളസ്റ്റ് സെൽഡ് ഓർഗാനിസം, വളരെ ചെറിയ സെൽഡ് ഓർഗാനിസത്തിനെയാണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. അടുത്ത് ബ്ലൂ ഗ്രീൻ ആൽഗെ. ബ്ലൂവും ഗ്രീനും പിഗ്മെൻറ്റേഷനുള്ള ആൽഗയാണ് ബ്ലൂ ഗ്രീൻ ആൽഗെ. അപ്പോൾ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ ആൻഡ് ബ്ലൂ ഗ്രീൻ ആൽഗെ. അപ്പോൾ എന്താണ് പ്രോകാരിയോട്ടിക് സെൽ? സെൽസ് വിത്തൗട്ട് ട്രൂ ന്യൂക്ലിയസ് ആൻഡ് വിത്തൗട്ട് മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് ആർ കോൾഡ് പ്രോകാരിയോട്ടിക് സെൽസ്. എക്സാമ്പിൾസ് ബാക്ടീരിയ, മൈക്രോപ്ലാസ്മ ആൻഡ് ബ്ലൂ ഗ്രീൻ ആൽഗെ. അടുത്ത് നമ്മൾ പഠിക്കുന്നത് ബാക്ടീരിയയുടെ ബേസിക് ഷേപ്സ് ആണ്. പ്രോകാരിയോട്ടിക് സെൽസിന് പല ഷേപ്പാണുള്ളത്. പ്രോകാരിയോട്ടിക് സെൽസ് ഡിഫേഴ്സ് ഇൻ ഷേപ്സ്. 4 ബേസിക് ഷേപ്സ് ഓഫ് ബാക്ടീരിയ. ഫസ്റ്റ് വൺ, റൗണ്ട് ഷേപ്ഡ് ബാക്ടീരിയ, അതിനെയാണ് പറയുന്നത് കോക്കസ് അല്ലെങ്കിൽ കോക്കി. റോഡ് ഷേപ്ഡ് ബാക്ടീരിയ, ബാസിലസ് അല്ലെങ്കിൽ ബാസിലി. അടുത്ത കോമ ഷേപ്ഡ് ബാക്ടീരിയ, അതിനെയാണ് പറയുന്നത് വിബ്രിയം അല്ലെങ്കിൽ വിബ്രിയോ. സ്പൈറൽ ഷേപ്ഡ് ബാക്ടീരിയ, അതിനെ പറയുന്നത് സ്പൈറില്ലം ഓർ സ്പൈറില്ല. അപ്പോൾ 4 ഷേപ്പാണുള്ളത്. ഏതൊക്കെയാണ്? റൗണ്ട് ഷേപ്ഡ്, റോഡ് ഷേപ്ഡ്, കോമ ഷേപ്ഡ് ആൻഡ് സ്പൈറൽ ഷേപ്ഡ്. റൗണ്ട് ഷേപ്ഡ് ബാക്ടീരിയ എന്ത് വിളിക്കും? കോക്കസ് അല്ലെങ്കിൽ കോക്കി. റോഡ് ഷേപ്ഡ് ബാക്ടീരിയ ബാസിലസ് അല്ലെങ്കിൽ ബാസിലി. കോമ ഷേപ്ഡ് ബാക്ടീരിയ വിബ്രിയം അല്ലെങ്കിൽ വിബ്രിയോ. സ്പൈറൽ ഷേപ്ഡ് ബാക്ടീരിയ ആണെങ്കിൽ സ്പൈറില്ലം, ആ പേരിൽ തന്നെ ഉണ്ട് സ്പൈറൽ ഷേപ്ഡ് ബാക്ടീരിയ, സ്പൈറില്ലം അല്ലെങ്കിൽ സ്പൈറില്ല. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൈറ്റോപ്ലാസം. ഫ്ലൂയിഡ് പാർട്ട് ഇൻസൈഡ് ദ സെൽ ഈസ് കോൾഡ് സൈറ്റോപ്ലാസം. ഒരു സെല്ലിനകത്ത് നമ്മൾ നോക്കിയാൽ അതിലൊരു ഫ്ലൂയിഡ് പാർട്ട് കാണും. ആ ഫ്ലൂയിഡ് പാർട്ടിനെയാണ് എന്ത് പറയുന്നത്? സൈറ്റോപ്ലാസം. ഫ്ലൂയിഡ് പാർട്ട് ഇൻസൈഡ് ദ സെൽ ഈസ് കോൾഡ് സൈറ്റോപ്ലാസം. സെൽ ഓർഗനൽസ് ആർ സീൻ ഇൻ സൈറ്റോപ്ലാസം. ഏത് സെല്ലെടുത്താലും ആ സെല്ലിനകത്ത് ഓർഗൻസ് കാണും, അതാണ് സെൽ ഓർഗനൽസ്. ഈ സെൽ ഓർഗനൽസ് എവിടെയാണ് കാണപ്പെടുന്നത്? സൈറ്റോപ്ലാസത്തിനകത്ത്. സെൽ ഓർഗനൽസ് ആർ സീൻ ഇൻ സൈറ്റോപ്ലാസം. സെൽ ഓർഗനൽസ് ആൻഡ് സൈറ്റോപ്ലാസം ആർ ടുഗദർ കോൾഡ് പ്രോട്ടോപ്ലാസം. സെൽ ഓർഗനൽസും സൈറ്റോപ്ലാസത്തെയും ഒരുമിച്ച് ഒരു പേര് പറയും, അതെന്താണ്? പ്രോട്ടോപ്ലാസം. ഫ്ലൂയിഡ് പാർട്ട് ഇൻസൈഡ് ദ സെൽ ഈസ് കോൾഡ് സൈറ്റോപ്ലാസം. സെല്ലിനകത്തുള്ള ഫ്ലൂയിഡ് പാർട്ടിനെ നമ്മൾ സൈറ്റോപ്ലാസം എന്ന് വിളിക്കുന്നു. സെൽ ഓർഗനൽസ് ആർ സീൻ ഇൻ സൈറ്റോപ്ലാസം. സെൽ ഓർഗനൽസ് സൈറ്റോപ്ലാസത്തിലാണ് കാണപ്പെടുന്നത്. സെൽ ഓർഗനൽസ് ആൻഡ് സൈറ്റോപ്ലാസം ആർ ടുഗദർ നോൺ ആസ് പ്രോട്ടോപ്ലാസം. സെൽ ഓർഗനൽസും സൈറ്റോപ്ലാസത്തെയും ഒരുമിച്ച് പറയുന്ന പേരാണ് പ്രോട്ടോപ്ലാസം. അടുത്തത് ന്യൂക്ലിയോയിഡ് ആൻഡ് പ്ലാസ്മിഡ്. നമ്മൾ പ്രോകാരിയോട്ടിക് സെല്ലിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറാണ് ഇനി നോക്കാൻ പോകുന്നത്. ഇതിൽ പ്ലാസ്മിഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഈ ഫസ്റ്റ് കാണുന്ന പോയിൻ്റ് നോക്കണ്ട, അത് വെറുതെ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി എഴുതി വെച്ചതാണ്. സെക്കൻഡ് പോയിൻറ്റോട്ട് നോക്കിയാൽ മതി. ദ ന്യൂക്ലിയസ് ലൈക്ക് സ്ട്രക്ചേഴ്സ് പ്രസൻറ്റ് ഇൻ പ്രോകാരിയോട്ടിക് സെൽ ഈസ് കോൾഡ് ന്യൂക്ലിയോയിഡ്. ന്യൂക്ലിയസ് ലൈക്ക് സ്ട്രക്ചർ, ന്യൂക്ലിയസ് പോലെ ഇരിക്കുന്ന സ്ട്രക്ചർ പ്രോകാരിയോട്ടിക് സെല്ലിനകത്ത് കാണപ്പെടുന്നു, അതിനെയാണ് പറയുന്നത് ന്യൂക്ലിയോയിഡ്. പ്രോകാരിയോട്ടിക് സെല്ലിനകത്ത് ന്യൂക്ലിയസ് ഉണ്ടോ? ഇല്ല. പ്രോകാരിയോട്ടിക് സെല്ലിനകത്ത് ന്യൂക്ലിയസ് ഇല്ല. ന്യൂക്ലിയസ് പോലുള്ള സ്ട്രക്ചറാണുള്ളത്. ദ ന്യൂക്ലിയസ് ലൈക്ക് സ്ട്രക്ചർ പ്രസൻറ്റ് ഇൻ പ്രോകാരിയോട്ടിക് സെൽ ഈസ് കോൾഡ് ന്യൂക്ലിയോയിഡ്. അതിനെയാണ് ന്യൂക്ലിയോയിഡ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് സറൗണ്ടഡ് ബൈ എനി മെംബ്രെയിൻ. ഇതൊരു മെംബ്രെയിനാലും ചുറ്റപ്പെട്ടിട്ടില്ല. ഇൻ അഡീഷൻ ടു ജീനോമിക് ഡി എൻ എ. ജീനോമിക് ഡി എൻ എ എന്ന് വെച്ചാൽ എന്താണ്? ജനറ്റിക് ഡി എൻ എ. ഇൻ അഡീഷൻ ടു ജീനോമിക് ഡി എൻ എ, സർക്കുലർ സ്ട്രാൻഡ് ഓഫ് ഡി എൻ എ പ്രസൻറ്റ് ഈസ് കോൾഡ് പ്ലാസ്മിഡ്.
സർക്കുലർ സ്ട്രാൻഡ് ഓഫ് DNA, വൃത്താകൃതിയിലുള്ള DNA, അതിനെയാണ് പറയുന്നത് പ്ലാസ്മിഡ്. ഇൻ അഡീഷൻ ടു ജീനോമിക് DNA, ജീനോമിക് DNA കൂടാതെ സർക്കുലർ സ്ട്രാൻഡ് ഓഫ് DNA പ്രസൻറ്റ് ചെയ്യുന്നു. റൗണ്ട് ഷേപ്പ്ഡ് അല്ലെങ്കിൽ വൃത്താകൃതിയിലുള്ള DNA അതിൽ പ്രസൻറ്റ് ചെയ്യുന്നു. അതിനെയാണ് പറയുന്നത് പ്ലാസ്മിഡ്. പ്ലാസ്മിഡ് ഹാവ് ദ എബിലിറ്റി ഫോർ സെൽഫ് റെപ്ലിക്കേഷൻ. പ്ലാസ്മിഡിന് എന്തിനുള്ള കഴിവുണ്ട്? സെൽഫ് റെപ്ലിക്കേഷനുള്ള കഴിവുണ്ട്. എന്താണ് സെൽഫ് റെപ്ലിക്കേഷൻ? സ്വന്തമായി ഒരു കോപ്പി ഉണ്ടാകുന്നതാണ് സെൽഫ് റെപ്ലിക്കേഷൻ. അതായത് പ്ലാസ്മിഡ് തന്നെ അതിൻ്റെ സ്വന്തമായിട്ടൊരു കോപ്പി ഉണ്ടാക്കുന്നു. പ്ലാസ്മിഡ് ഹാവ് ദ എബിലിറ്റി ഫോർ സെൽഫ് റെപ്ലിക്കേഷൻ. അപ്പോൾ ന്യൂക്ലിയസ് like structures present in prokaryotic cell is called nucleoid. It is not surrounded by any membrane. In addition to genomic DNA, circular strand of DNA present is called plasmid. Plasmid have the ability for self replication. അടുത്തത് റൈബോസം. Ribosome is the only cell organelle present in both prokaryotic and eukaryotic cell. പ്രോകാരിയോട്ടിക് സെല്ലിലും യൂക്കാരിയോട്ടിക് സെല്ലിലും കാണപ്പെടുന്ന ഒരേ ഒരു സെൽ ഓർഗനലാണ് റൈബോസം. ഒരേ ഒരു സെൽ ഓർഗനൽ. റൈബോസം ഈസ് ദ ഒൺലി സെൽ ഓർഗനൽ പ്രസൻറ്റ് ഇൻ ബോത്ത് പ്രോകാരിയോട്ടിക് ആൻഡ് യൂക്കാരിയോട്ടിക് സെൽ. ഇറ്റ് ഈസ് നോട്ട് സറൗണ്ടഡ് ബൈ എനി മെംബ്രെയിൻ. ഇതും ഒരു മെംബ്രെയിനാലും ചുറ്റപ്പെട്ടിട്ടില്ല. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ന്യൂക്ലിയോയിഡ് ഒരു മെംബ്രെയിനാലും ചുറ്റപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ റൈബോസം ഒരു മെംബ്രെയിനാലും ചുറ്റപ്പെട്ടിട്ടില്ല. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് RNA ആൻഡ് പ്രോട്ടീൻ. ഈ റൈബോസം ഉണ്ടായിരിക്കുന്ന എന്തൊക്കെ കൊണ്ടാണ്? RNAയും പ്രോട്ടീനും കൊണ്ടാണ്. റൈബോസത്തിൻ്റെ ജോലി എന്താണ്? പ്രോട്ടീൻ സിന്തസിസ് ആണ് റൈബോസത്തിൻ്റെ ജോലി. ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസിസ് എന്ന് വെച്ചാൽ എന്താണ്? പ്രോട്ടീൻ ഉണ്ടാകുന്നതാണ് പ്രോട്ടീൻ സിന്തസിസ്. ഡ്യൂറിങ് പ്രോട്ടീൻ സിന്തസിസ്, പ്രോട്ടീൻ ഉണ്ടാക്കുന്ന സമയത്ത് എ നമ്പർ ഓഫ് റൈബോസം സീൻ അറ്റാച്ച്ഡ് ടു mRNA, മെസ്സഞ്ചർ RNA, അതാണ് mRNA. എ നമ്പർ ഓഫ് റൈബോസം സീൻ അറ്റാച്ച്ഡ് ടു mRNA, mRNAയുമായിട്ട് ചേർന്ന് കുറേ റൈബോസം കാണപ്പെടുന്നു. അതിനെയാണ് പറയുന്നത് പോളിസം അല്ലെങ്കിൽ പോളി റൈബോസം. ഡ്യൂറിങ് പ്രോട്ടീൻ സിന്തസിസ് എ നമ്പർ ഓഫ് റൈബോസം സീൻ അറ്റാച്ച്ഡ് ടു mRNA ആർ കോൾഡ് പോളിസം ഓർ പോളി റൈബോസം. അപ്പോൾ റൈബോസം എന്ന് വെച്ചാൽ എന്താണ്? റൈബോസം ഈസ് ദ only cell organelle present in both prokaryotic and eukaryotic cell. It is not surrounded by any membrane. It is made up of RNA and protein. It helps in protein synthesis. During protein synthesis, a number of ribosome seen attached to mRNA and called as polysom or polyribosome. അടുത്ത പോർഷൻ എന്ന് പറയുന്നത് ഇൻക്ലൂഷൻ ബോഡീസ് ആണ്. ദ റിസർവ്ഡ് ഫുഡ് മെറ്റീരിയൽ ആർ സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് ഇൻക്ലൂഷൻ ബോഡീസ്. ഇപ്പോൾ സെല്ലിനകത്ത് അവർക്ക് വേണ്ടുന്ന ഫുഡ് പ്രിപ്പയർ ചെയ്യും. ഫുഡ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞ് ബാക്കി സ്റ്റോർ ചെയ്ത് വയ്ക്കപ്പെടും. The reserved food material are stored in the form of inclusion bodies. സെല്ലിൻ്റെ അകത്ത് ഫുഡ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യപ്പെടുന്ന സ്ട്രക്ചറുകളെ അറിയപ്പെടുന്ന പേരാണ് ഇൻക്ലൂഷൻ ബോഡീസ്. സെല്ലിൻ്റെ അകത്ത് ഫുഡ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യപ്പെടുന്ന സ്ട്രക്ചറുകളെ അറിയപ്പെടുന്ന പേരാണ് ഇൻക്ലൂഷൻ ബോഡീസ്. ഇറ്റ് ഈസ് നോട്ട് സറൗണ്ടഡ് ബൈ എനി മെംബ്രെയിൻ. ഇതും ഒരു മെംബ്രെയിനാലും ചുറ്റപ്പെട്ടിട്ടില്ല. ഇറ്റ് ലൈസ് ഫ്രീ ഇൻ ദ സൈറ്റോപ്ലാസം. ഇത് സൈറ്റോപ്ലാസത്തിനകത്ത് ഫ്രീ ആയിട്ടാണ് കിടക്കുന്നത്. ഒന്നിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്നതല്ല, ഫ്രീ ആയിട്ട് ഇങ്ങനെ കിടക്കുവാണ്. ഇൻക്ലൂഷൻ ബോഡീസ് ആർ ഇൻ ദ ഫോം ഓഫ്, ഇത് 3 തരത്തിൽ കാണപ്പെടുന്നു. ഫോസ്ഫേറ്റ് ഗ്രാന്യൂൾസ്, ഫോസ്ഫേറ്റ് തരികളുടെ രൂപത്തിലും, ഗ്ലൈക്കോജൻ ഗ്രാന്യൂൾസ്, സൈനോഫൈസിൻ ഗ്രാന്യൂൾസ്. അപ്പോൾ ഇൻക്ലൂഷൻ ബോഡീസ് ആർ സീൻ ഇൻ ദ ഫോം ഓഫ് ഫോസ്ഫേറ്റ് ഗ്രാന്യൂൾസ്, ഗ്ലൈക്കോജൻ ഗ്രാന്യൂൾസ്, സൈനോഫൈസിൻ ഗ്രാന്യൂൾസ്. അപ്പോൾ എന്താണ് ഇൻക്ലൂഷൻ ബോഡീസ്? സെല്ലിൻ്റെ അകത്ത് ഫുഡ് മെറ്റീരിയൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന സ്ട്രക്ചറുകളെ അറിയപ്പെടുന്ന പേരാണ് ഇൻക്ലൂഷൻ ബോഡീസ്.
Reserved food materials are stored in the form of inclusion bodies. It is not surrounded by any membrane. It lies free in the cytoplasm. Inclusion bodies are in the form of phosphate granules, glycogen granules and cyanophycine granules. അടുത്തത് സിലിയ ആൻഡ് ഫ്ലജല്ല. എന്താണ് സിലിയ ആൻഡ് ഫ്ലജല്ല? The hair-like structure present in the prokaryotic cell is called cilia and flagella. Hair-like ഉള്ള സ്ട്രക്ചേഴ്സ്, മുടി പോലെയുള്ള സ്ട്രക്ചേഴ്സ് കാണപ്പെടുന്നു പ്രോകാരിയോട്ടിക് സെല്ലിനകത്ത്. ഇതിനെയാണ് സിലിയെ ഫ്ലജെല്ലെ എന്ന് പറയുന്നത്. ഇതിൻ്റെ ജോലി എന്താണ്? ഇറ്റ് ഹെൽപ്സ് ഇൻ ലോക്കോമോഷൻ. ലോക്കോമോഷൻ എന്ന് വെച്ചാൽ എന്താണ്? മൂവ്മെൻറ്റ്. ഈ ഹെയർ പോലുള്ള സ്ട്രക്ചർ വെച്ച് ഇത് മൂവ് ചെയ്യുന്നു. The hair-like structure present in the prokaryotic cell is called cilia and flagella. It helps in locomotion. Bacterial flagella consist of 3 parts. Bacterial flagellയ്ക്ക് 3 parts ഉണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് ഫിലമെൻറ്റ്, സെക്കൻഡ് ഹുക്ക്, 3 basal body. Bacterial flagella consist of 3 parts: filament, hook and basal body. ഫിലമെൻ്റ് ആണ് ഏറ്റവും ലോങ്ങസ്റ്റ് പോർഷൻ. ഫിലമെൻ്റ് ഈസ് ദ ലോങ്ങസ്റ്റ് പോർഷൻ. അപ്പോൾ സിലിയ എന്ന് പറയുന്നത് ഹെയർ ലൈക്ക് സ്ട്രക്ചറാണ്. എവിടെ കാണപ്പെടുന്നു? പ്രോകാരിയോട്ടിക് സെല്ലിൽ കാണപ്പെടുന്നു. ലോക്കോമോഷന് ഹെൽപ്പ് ചെയ്യുന്നു. ബാക്ടീരിയൽ ഫ്ലജല്ലയ്ക്ക് 3 പാർട്സ് ഉണ്ട്: ഫിലമെൻറ്റ്, ഹുക്ക്, ബേസൽ ബോഡി. ഫിലമെൻ്റ് ആണ് ലോങ്ങസ്റ്റ് പോർഷൻ. അടുത്തത് പിലി ആൻഡ് ഫിംബ്രേ. പിലി ആർ എലോങ്ങേറ്റഡ് ട്യൂബുലാർ സ്ട്രക്ചർ. പിലി എന്ന് പറയുന്നത് എലോങ്ങേറ്റഡ്, നീളമുള്ള ട്യൂബുലാർ സ്ട്രക്ചറാണ്. നീളമുള്ള ട്യൂബ് പോലത്തെ സ്ട്രക്ചറാണ് പിലി. പിലി ഹെൽപ്സ് ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ. പിലിയുടെ ജോലി എന്താണ്? സെക്ഷൽ റീപ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ് പിലിയുടെ ജോലി. ഫിംബ്രേ ആർ ഫൈബർ ലൈക്ക് സ്ട്രക്ചർ. ഫിംബ്രിയെ ഫൈബർ, ഫൈബർ അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഫിംബ്രിയെ ആർ ഫൈബർ ലൈക്ക് സ്ട്രക്ചർ. അതൊരു ഫൈബർ ലൈക്ക് സ്ട്രക്ചറാണ്. അതിൻ്റെ ജോലി എന്താണ്? ഹെൽപ്സ് ഇൻ അറ്റാച്ച്മെൻറ്റ്. എവിടെയെങ്കിലും ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഫിംബ്രിയയുടെ ജോലി. അപ്പോൾ പിലി ആർ എലോങ്ങേറ്റഡ് ട്യൂബുലാർ സ്ട്രക്ചർ. ഇറ്റ് ഹെൽപ്സ് ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഫിംബ്രിയെ ആർ ഫൈബർ ലൈക്ക് സ്ട്രക്ചർ. ഇറ്റ് ഹെൽപ്സ് ഇൻ അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ മറക്കരുത്. അടുത്ത പോർഷൻ എന്ന് പറയുന്നത് സെൽ എൻവലപ്പ് ആൻഡ് ഇറ്റ്സ് മോഡിഫിക്കേഷൻസ്. എന്താണ് എൻവലപ്പ്? കവറിംഗ് ആണ് എൻവലപ്പ് എന്ന് പറയുന്നത്. സെൽ എൻവലപ്പ് കൺസിസ്റ്റ് ഓഫ് 3 layers. അതിന് എത്ര ലെയേഴ്സ് ഉണ്ട്? 3 ലെയേഴ്സ് ഉണ്ട്. ഫസ്റ്റത്തത് ഗ്ലൈക്കോകാലിക്സ്, രണ്ടാമത്തത് സെൽ വാൾ, മൂന്നാമത്തത് പ്ലാസ്മ മെംബ്രെയിൻ. ഫസ്റ്റത്തെ ഔട്ടർ മോസ്റ്റ് ഉള്ള ഇതാണ് ഗ്ലൈക്കോകാലിക്സ്. രണ്ടാമത് കാണപ്പെടുന്നത് സെൽ വാൾ, മൂന്നാമത് കാണപ്പെടുന്നത് പ്ലാസ്മ മെംബ്രെയിൻ. ഇത് പ്രോകാരിയോട്ടിക് സെല്ലിൻ്റെ എൻവലപ്പിലുള്ള 3 ലെയേഴ്സാണ്. പ്രോകാരിയോട്ടിക് സെല്ലിൻ്റെ എൻവലപ്പിൻ്റെ 3 ലെയേഴ്സ് എന്തൊക്കെയാണ്? ഗ്ലൈക്കോകാലിക്സ്, സെൽ വാൾ, പ്ലാസ്മ മെംബ്രെയിൻ. ഏറ്റവും ലാസ്റ്റ് അകത്തായിട്ട് കാണപ്പെടുന്നതാണ് പ്ലാസ്മ മെംബ്രെയിൻ. ഇനി നമുക്ക് ഓരോന്നായിട്ടും എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റത്തത് ഗ്ലൈക്കോകാലിക്സ്. നമുക്കറിയാം ഔട്ടർ മോസ്റ്റ് ലെയറാണ് സെൽ എൻവലപ്പിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയറാണ് ഗ്ലൈക്കോകാലിക്സ്. ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദ സെൽ എൻവലപ്പ്. ഇൻ സം ബാക്ടീരിയ glycocalyx appears as thin called slime layer. ചില ബാക്ടീരിയകളിൽ ഗ്ലൈക്കോകാലിക്സ് തിന്നായിട്ടാണ് കാണപ്പെടുന്നത്, കട്ടി കുറഞ്ഞ രീതിയിലാണ് കാണപ്പെടുന്നത്. അതിനെ എന്ത് പേരാണ് വിളിക്കുന്നത്? സ്ലൈം ലെയർ. അപ്പോൾ ഓർമ്മിച്ച് വെച്ചിരുന്നാൽ മതി, കട്ടി കുറഞ്ഞത് സ്ലിം എന്ന് ഓർമ്മിച്ചാൽ മതി, സ്ലൈം ലെയർ. ചില ബാക്ടീരിയകളിൽ ഗ്ലൈക്കോകാലിക്സ് തിന്നായിട്ടാണ് കാണപ്പെടുന്നത്, അതിനെ പറയുന്നത് സ്ലൈം ലെയർ. അടുത്ത് ഇൻ സം ബാക്ടീരിയ ഗ്ലൈക്കോകാലിക്സ് അപ്പിയേഴ്സ് ആസ് തിക്ക് കോൾഡ് ക്യാപ്സ്യൂൾ. ചില ബാക്ടീരിയകളിൽ ഗ്ലൈക്കോകാലിക്സ് തിക്കായിട്ടാണ് കാണപ്പെടുന്നത്, കട്ടിയുള്ളതായിട്ടാണ് കാണപ്പെടുന്നത്. അതിനെ എന്താണ് വിളിക്കുന്നത്? ക്യാപ്സ്യൂൾ. അപ്പോൾ തിന്നായിട്ട് കാണപ്പെടുന്നതിനെ സ്ലൈം ലെയർ എന്നും കട്ടിയായിട്ട് കാണപ്പെടുന്നതിനെ ക്യാപ്സ്യൂൾ എന്നും വിളിക്കുന്നു.
ക്യാപ്സ്യൂൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? പാത്തോജനിക് നേച്ചർ ഓഫ് ബാക്ടീരിയ. ക്യാപ്സ്യൂൾ ഇൻഡിക്കേറ്റ്സ് ദ പാത്തോജനിക് നേച്ചർ ഓഫ് ബാക്ടീരിയ എന്ന് വെച്ചാൽ എന്താണ്? ബാക്ടീരിയ എന്നാൽ എന്താണ്? നമുക്കറിയാം, രോഗം ഉണ്ടാക്കുന്നതാണ് ബാക്ടീരിയ. അതിന് എക്സാമ്പിളായിട്ടുള്ള റാറ്റ് ഫീവർ, ബാക്ടീരിയ പരത്തുന്ന അസുഖമാണ് റാറ്റ് ഫീവർ. അതൊരു ബാക്ടീരിയൽ ഡിസീസാണ്. പാത്തോജനിക് എന്ന് വെച്ചാൽ രോഗം ഉണ്ടാക്കുന്നു. ക്യാപ്സ്യൂൾ ഇൻഡിക്കേറ്റ് ദ പാത്തോജനിക് നേച്ചർ ഓഫ് ബാക്ടീരിയ. അപ്പോൾ ഗ്ലൈക്കോകാലിക്സ് എന്താണ്? ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദ സെൽ എൻവലപ്പ്. ഇൻ സം ബാക്ടീരിയ ഗ്ലൈക്കോകാലിക്സ് അപ്പിയേഴ്സ് ആസ് തിൻ കോൾഡ് സ്ലൈം ലെയർ. ഇൻ സം ബാക്ടീരിയ ഗ്ലൈക്കോകാലിക്സ് അപ്പിയേഴ്സ് ആസ് തിക്ക് കോൾഡ് ക്യാപ്സ്യൂൾ. ക്യാപ്സ്യൂൾ ഇൻഡിക്കേറ്റ്സ് ദ പാത്തോജനിക് നേച്ചർ ഓഫ് ബാക്ടീരിയ. ഇത്രയുമാണ് ഗ്ലൈക്കോകാലിക്സ്. അടുത്ത രണ്ടാമത് വരുന്ന നടുക്ക് വരുന്ന എന്താണ്? ലെയർ ഏതാണ്? സെൽ വാൾ. സെൽ വാൾ ഈസ് ദ സെക്കൻഡ് ലെയർ ഓഫ് ദ സെൽ എൻവലപ്പ്. സെൽ എൻവലപ്പിലെ സെക്കൻഡ് ലെയറാണ്. ഇറ്റ് ഗീവ്സ് ഡിഫിനിറ്റ് ഷേപ്പ്. ഇത് സെല്ലിന് ഒരു പ്രത്യേക ഷേപ്പ് കൊടുക്കുന്നു. ആൻഡ് ഇറ്റ് പ്രിവെൻറ്റ്സ് ഫ്രം കൊളാപ്സിങ്. സെല്ല് പൊട്ടിപ്പോവാതിരിക്കാൻ, സെല്ല് കൊളാപ്സ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ 3 പോയിൻറ്റ്സാണ് ഇതിലുള്ളത്. വളരെ എളുപ്പമാണ്. സെൽ വാൾ, സെക്കൻഡ് ലെയർ ഓഫ് ദ സെൽ എൻവലപ്പ്. രണ്ടാമത്തെ പോയിൻറ്റ്, ഇറ്റ് ഗീവ്സ് എ ഡെഫിനിറ്റ് ഷേപ്പ്. ഒരു ഡെഫിനിറ്റ് ഷേപ്പ് തരുന്നു. ഇറ്റ് പ്രിവെൻറ്റ്സ് ഫ്രം കൊളാപ്സിങ്. സെല്ല് പൊട്ടിപ്പോകുന്നതിൽ നിന്ന് സെൽ വാൾ ഹെൽപ്പ് ചെയ്യുന്നു. അടുത്ത മൂന്നാമത്തതാണ് പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ ഏറ്റവും അകത്ത്, സെൽ എൻവലപ്പിൻ്റെ ഏറ്റവും അകത്ത് കാണപ്പെടുന്നതാണ്. ദ ഇന്നർ മോസ്റ്റ് ലെയർ ഓഫ് ദ സെൽ എൻവലപ്പ്. Prokaryotic cell plasma membrane has certain infoldings called mesosome. Prokaryotic സെല്ലിലെ പ്ലാസ്മ മെംബ്രെയിനിൽ കുറച്ച് ഇൻഫോൾഡിങ്സ് കാണും, അതായത് കുറച്ച് മടക്കുകൾ കാണും. ആ മടക്കുകളെയാണ് പറയുന്നത് മീസോസോം. Prokaryotic cell plasma membrane has certain infoldings called mesosome. ഇതിൽ 2 പോയിൻറ്റേ ഉള്ളൂ, പഠിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്ന ഇന്നർ മോസ്റ്റ് ലെയർ ഓഫ് ദ സെൽ എൻവലപ്പാണ്. പ്രോകാരിയോട്ടിക് സെൽ പ്ലാസ്മ മെംബ്രെയിൻ ഹാസ് സർട്ടൈൻ ഇൻഫോൾഡിങ്സ് കോൾഡ് മീസോസോം. ഇനി നമുക്ക് മീസോസോംസിൻ്റെ ഫങ്ഷൻസ് പഠിക്കാം. മൊത്തം 6 ഫങ്ഷൻസാണുള്ളത്. ഏതൊക്കെയെന്ന് നോക്കാം. ഇറ്റ് ഇൻക്രീസസ് സർഫസ് ഏരിയ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ. അപ്പോൾ മീസോസോം ഇൻക്രീസസ് സർഫസ് ഏരിയ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നു. ഇറ്റ് ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് റെസ്പിറേഷൻ. റേറ്റ് ഓഫ് റെസ്പിറേഷൻ ഇൻക്രീസ് ചെയ്യുന്നു. ഇറ്റ് ഇൻക്രീസസ് എൻസൈമാറ്റിക് കണ്ടൻറ്റ്. എൻസൈം വേണം. എൻസൈമാറ്റിക് കണ്ടൻറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മീസോസോം ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ 3 പോയിൻ്റ് പഠിക്കാൻ എളുപ്പമാണ്. ഇറ്റ് ഇൻക്രീസസ് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ഇറ്റ് ഇൻക്രീസസ് സർഫസ് ഏരിയ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ, റേറ്റ് ഓഫ് റെസ്പിറേഷൻ, എൻസൈമാറ്റിക് കണ്ടൻറ്റ്. അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ഇൻ സെൽ വാൾ ഫോർമേഷൻ. സെൽ വാൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് മീസോസോം ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ സെൽ വാൾ ഫോർമേഷൻ. ഇറ്റ് ഹെൽപ്സ് ഇൻ DNA റെപ്ലിക്കേഷൻ. DNA റെപ്ലിക്കേഷൻ എന്താണ്? DNA സ്വന്തമായിട്ടൊരു കോപ്പി ഉണ്ടാക്കുന്നു, അതാണ് DNA റെപ്ലിക്കേഷൻ. ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് DNA ടു ഡോട്ടർ സെൽ. ഡോട്ടർ സെൽ എന്ന് വെച്ചാൽ എന്താണ്? പുതിയതായിട്ടുണ്ടാകുന്ന ഒരു സെല്ലിനെയാണ് നമ്മൾ ഡോട്ടർ സെൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഹെൽപ്സ് ഇൻ DNA റെപ്ലിക്കേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് DNA ടു ഡോട്ടർ സെൽ. ഈ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുണ്ടാക്കിയ ഈ DNA ഡോട്ടർ സെല്ലിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ DNA റെപ്ലിക്കേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് DNA ടു ഡോട്ടർ സെൽസ്. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് മീസോസോം എന്തൊക്കെയാണ്? ഇറ്റ് ഇൻക്രീസസ് സർഫസ് ഏരിയ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ, ഇറ്റ് ഇൻക്രീസസ് റേറ്റ് ഓഫ് റെസ്പിറേഷൻ, ഇറ്റ് ഇൻക്രീസസ് എൻസൈമാറ്റിക് കണ്ടൻറ്റ്, ഇറ്റ് ഹെൽപ്സ് ഇൻ സെൽ വാൾ ഫോർമേഷൻ, ഇറ്റ് ഹെൽപ്സ് ഇൻ DNA റെപ്ലിക്കേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് DNA ടു ഡോട്ടർ സെൽസ്. അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ്. അടുത്ത യൂക്കാരിയോട്ടിക് സെൽസ് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. യൂക്കാരിയോട്ടിക് സെൽസും പിന്നെ ബാക്കി കുറച്ച് പോർഷൻസും ഉണ്ട്, അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.